വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്ന ടോപ്പിക് ആസ്കോമൈസീഡ്സിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റേജസ് ആണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് പിക്ചർ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ഈ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ആസ്കോമൈസീഡ്സിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നത്. മോറൽസ്, ട്രഫിൾസ്, ഈസ്റ്റ്, കപ്പ് ഫഞ്ചൈ, അതായത് പെസൈസ പോലെയുള്ള കപ്പ് ഫഞ്ചൈ, ഈ 4 ആൾക്കാരിലാണ് മെയിൻലി ആസ്കോമൈസീഡ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേജസിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും പോർഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ആ ഒരു ആസ്കോമൈസീഡ്സിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ എൻറ്റയർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നാണ് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കാണിച്ചേക്കുന്ന ഈ ഒരു പിക്ചറാണ് ആസ്കോഗോണിയം. അതായത് ഈ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം രണ്ട് ഡിഫറെന്റ് മീറ്റിംഗ് ടൈപ്പ്, കോമ്പാറ്റിബിൾ ആയിട്ടുള്ള രണ്ട് എസ്കോമൈസീഡ്സിന്റെ മീറ്റിംഗ് ടൈപ്പ് തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത്. അവിടെ രണ്ട് മീറ്റിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള ടേം നമ്മൾ ഫംഗസിൽ യൂസ് ചെയ്യില്ല. അതിന് പകരം ഫീമെയിൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ ആണ് ആസ്കോഗോണിയം, അതായത് ഹൈഫിയാണ് ആസ്കോഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൽ ആയിട്ടുള്ള ആൾക്കാരാണ് ആന്ത്രീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്ര മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേറെ ഇല്ല. ഓക്കെ, ഫീമെയിൽ പാർട്ടാണ് ആസ്കോഗോണിയം, അതൊരു സ്ട്രെയിൻ ആണ്. ആന്ത്രീഡിയം another strain ആണ്. ഈ ഒരു ആസ്കോഗോണിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആസ്കോഗോണിയത്തിലുള്ള ഈ ഒരു ഔട്ട്ഗ്രോത്തിനെയാണ് നമ്മൾ ട്രൈക്കോഗൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രൈക്കോഗൈൻ ആണ് ഈ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയ ഇനീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആസ്കോഗോണിയത്തിലുള്ള ന്യൂക്ലിയസ് ആണിത്, ആന്ത്രീഡിയത്തിലുള്ള ന്യൂക്ലിയസ് ആണിത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ട്രൈക്കോഗൈൻ എന്ന് പറയുന്നത് ആന്ത്രീഡിയത്തിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാണ്. അതായത് ആന്ത്രീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഫിറമോൺസിന്റെ ആ ഒരു അട്രാക്ഷൻ വഴി ഈ ഒരു ട്രൈക്കോഗൈൻ നമ്മുടെ ആന്ത്രീഡിയത്തിന് അടുത്തേക്ക് വളർന്ന് അവ ഫ്യൂസ് ചെയ്ത് ഒരുമിച്ച് ഒരു ബ്രിഡ്ജ് പോലെയായിട്ട് മാറുകയാണ്. ഓക്കെ, ഇതാണ് ട്രൈക്കോഗൈൻ. ഈ ഒരു ട്രൈക്കോഗൈൻ ആണ് ന്യൂക്ലിയസിന്റെ മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സെൽസും ഇപ്പോൾ ഫ്യൂസ് ചെയ്തു, സൈറ്റോപ്ലാസ്മിക്കലി അവ കണക്റ്റഡ് ആയി. അതിനെയാണ് ഗമറ്റാൻജിയോഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാസ്മോഗമി എന്നുള്ള ടേം നമുക്ക് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആന്ത്രീഡിയത്തിൽ നിന്ന് അവയിലുള്ള ന്യൂക്ലിയസ് ട്രൈക്കോഗൈൻ വഴി ആസ്കോഗോണിയത്തിലേക്ക് പോകുകയാണ്. അതായത് മെയിലിൽ നിന്ന് ഫീമെയിലേക്ക് ന്യൂക്ലിയസ് മൈഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഫീമെയിലുള്ള ന്യൂക്ലിയസ് ഒരിക്കലും തിരിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. ഇനി പ്രോസസ് ഒക്കെ നടക്കുന്നത് ആസ്കോഗോണിയത്തിലാണ്. അപ്പൊ ഇവിടെ ന്യൂക്ലിയസ് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ എത്തി. മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആസ്കോഗോണിയത്തിലുള്ള ചില സെൽസ് എന്ത് ചെയ്യാണ്, ഔട്ട്ഗ്രോത്ത് ചെയ്യാണ്, ചില ഔട്ട്ഗ്രോത്ത് ഉണ്ടാക്കുകയാണ്. ഓരോ ഔട്ട്ഗ്രോത്തിനെയും നമ്മൾ ആസ്കോജീനസ് ഹൈഫി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ആസ്കോജീനസ് ഹൈഫയിൽ എന്തുണ്ടാകും, ഒരു മെയിൽ ആയിട്ടുള്ള രണ്ട് പാരന്റിലുള്ള രണ്ട് ന്യൂക്ലിയസും ഉണ്ടാകും, രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാകും. അതായത് ഒരു മെയിലിൽ വരുന്നതും ഒരു ഫീമെയിലിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ഒരു കണ്ടീഷനെയാണ് ഡൈകാരിയോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. പാരന്റിൽ നിന്നുള്ള ബോത്ത് പാരന്റിൽ നിന്നുള്ള ന്യൂക്ലിയസും അടങ്ങിയിരിക്കുന്ന ആ രണ്ട് ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു സ്റ്റേജിനെയാണ് ഡൈകാരിയോൺ അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആസ്കോജീനസ് ഹൈഫെ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കാണിച്ചതാണ് ഇത്. ഒരു ആസ്കോജീനസിൽ രണ്ട് പാരന്റൽ ന്യൂക്ലിയസും ഉണ്ട്. നെക്സ്റ്റ് ഫോർമേഷൻ, അപ്പൊ ഇവ ഇപ്പോൾ ഉള്ളത് ഡൈകാരിയോട്ടിക് എന്ന് പറയുന്നത് N+N കണ്ടീഷൻ ആണ്. ഒരിക്കലും ഡിപ്ലോയിഡ് എന്ന് പറയുന്ന 2N കണ്ടീഷൻ അല്ല കേട്ടോ, N+N കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു N+N കണ്ടീഷനിൽ നെക്സ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ക്രൂസിയർ ഫോർമേഷൻ ആണ്. അതായത് ഈ ഒരു ഹുക്ക് പോലെയുള്ള ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, കുറച്ചൊന്ന് ബെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ബെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ ഒരു അപ്പർ റീജിയണിലുള്ള രണ്ട് ന്യൂക്ലിയസ് ആ ഒരു സെപ്റ്റ ഫോർമേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അപ്പർ റീജിയണിലുള്ള രണ്ട് ന്യൂക്ലിയസ് എന്താകും, ഒരു ഡൈകാരിയോട്ടിക് സെല്ലായിട്ട് മാറും, രണ്ട് ന്യൂക്ലിയസ് ഉള്ള സെല്ലായിട്ട് മാറും. പക്ഷേ അപ്പെക്സിലുള്ള ഈ ഒരു സെല്ലും താഴെയുള്ള ബേസിലുള്ള ഈ ഒരു സെല്ലും ഡൈകാരിയോട്ടിക് കണ്ടീഷനിലല്ല ഉള്ളത്, അല്ലെ? ഡൈകാരിയോട്ടിക് അല്ല, അവ സിംഗിൾ ഓരോ ന്യൂക്ലിയസ് മാത്രമേ ഈ ഒരു സെപ്റ്റ ഫോർമേഷൻ നടക്കുമ്പോൾ ആകുന്നുള്ളൂ. നമ്മൾ എപ്പോഴും ഡൈകാരിയോട്ടിക് കണ്ടീഷൻ കീപ്പ് ചെയ്യണം. അങ്ങനെ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ
ഈ ഒരു അപ്പെക്സിലുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യണം, ബേസുമായിട്ട് ഫ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫോർമേഷൻ ആണ് ഒരു ക്രൂസിയർ ഫോർമേഷൻ, ഒരു ഹുക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ മുകളിലുള്ള രണ്ട് ആൾക്കാർ ഇതേ സമയം എന്ത് ചെയ്യാണ്, ഫ്യൂസ് ചെയ്യണം. ഓക്കെ, മുകളിലുള്ള രണ്ട് പാരന്റൽ ഡൈക്കാരിയോട്ടിക് കണ്ടീഷനുള്ള ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാണ്. അതേ സമയം തന്നെ താഴെയുള്ള രണ്ട് ന്യൂക്ലിയസ് ഈ ഒരു ഇവിടെ ഡിസോൾവ് നടന്നിട്ട് എന്തുണ്ടാകുകയാണ്, എന്ത് ഫോം ചെയ്യാണ്, ഒരു ഡൈക്കാരിയോട്ടിക് കണ്ടീഷൻ. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. മുകളിൽ ഓൾറെഡി ഡൈക്കാരിയോട്ടിക് കണ്ടീഷൻ ആണ്, താഴെ ഡൈക്കാരിയോട്ടിക് കണ്ടീഷൻ ആകാൻ പോകുകയാണ്. സോ ആ ഒരു സമയത്ത് തന്നെ മുകളിലുള്ള രണ്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഒരു സൈഗോട്ട് ആയിട്ട് മാറുകയാണ്. ഇതാണ് സൈഗോട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്നത് കാരിയോഗമിയാണ്. സോ ഇവിടെ കാരിയോഗമിയും ആ ഒരു ഫ്യൂഷൻ ഡൈക്കാരിയോൺ ഫോർമേഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട്. സോ അതാണ് ക്രൂസിയർ ഫോർമേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഡൈക്കാരിയോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ, എല്ലാ സെൽസിലും ഡൈക്കാരിയോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രൂസിയർ ഫോർമേഷൻ നടക്കുന്നത്. സോ കാരിയോഗമി നടന്നു, അതായത് ഈ രണ്ട് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ടിക് ന്യൂക്ലിയസ് ഉണ്ടാക്കി. ആ അപ്പർ പോർഷനിലുള്ള ആ ഒരു സെല്ലാണ് ആസ്കസ് മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സൈഗോട്ടിക് ന്യൂക്ലിയസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സെല്ല് ആസ്കസ് മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഒരു ആസ്കസ് മദർ സെല്ലിന് നെക്സ്റ്റ് സംഭവിക്കുന്നത് മിയോസിസ് ആണ്. അതായത് മിയോസിസ് 1 and 2 നടന്നിട്ട് ഇതിപ്പോ 2n ആണ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഇവിടെ ഫ്യൂഷൻ നടന്ന് ഇപ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഈ സെൽസിൽ, സോറി ന്യൂക്ലിയസിൽ മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് സെൽസ് ആദ്യം ഉണ്ടാകുവാണ്. അതിന് പിന്നീട് എന്ത് ചെയ്യും, മൈറ്റോസിസ്, ഈക്വൽ ഡിവിഷൻ നടന്നിട്ട് 4 എന്നുള്ളത് 8 ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഓക്കെ, ഇതിന് പിന്നീട് എന്ത് സംഭവിക്കുകയാണ്, ഈ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും, ഓക്കെ കളറ് ഇപ്പോൾ റെഡ് ആണ് കൊടുത്തേക്കുന്നത്, ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോം ചെയ്തിട്ട് ഓരോന്നും ആസ്കോസ്പോർ ആയിട്ട് മാറുന്നു. ഈ ഒരു എൻഡർ സ്ട്രക്ചർ ആണ് ആസ്കസ് എന്ന് പറയുന്നത്. ആ ഒരു ആസ്കസിൽ 8 ആസ്കോസ്പോർസ് ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സോ ഇനി അത് ഡിസ്പേഴ്സൽ നടത്തി ആസ്കോസ്പോർ എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യുന്നു. അത് ഓരോന്നും പാരന്റൽ ടൈപ്പിൽ ഒരു പാരന്റൽ ടൈപ്പ് എന്തായിട്ട് മാറും, ആസ്കോഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഹൈഫി ആയിട്ട് മാറും. മറ്റൊന്ന് ആന്ത്രേഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫി ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെയുള്ള സെപ്റ്റേ ഒന്നിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. സോ അത് മോണോകാരിയോട്ടിക് കണ്ടീഷൻ ആണ്. ഓക്കെ, ദെൻ എഗെയിൻ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആസ്കോമൈസിറ്റ്സ് എന്ന് പറയുന്നത്.